കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി വിഴിഞ്ഞം തുറമുഖത്ത് ചരക്ക് പുരത്തി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വിഴിഞ്ഞം തുറമുഖ നഗരമായിരുന്നു. രാജാക്കന്മാരുടെ തുറമുഖ നഗരവും സൈനിക കേന്ദ്രവുമായിരുന്നു വിഴിഞ്ഞം. വിഴിഞ്ഞത്തിനായി ദക്ഷിണേന്ത്യയിലെ വിവിധ രാജാക്കന്മാർ നടത്തിയിട്ടുള്ള നിരവധി പോരാട്ടങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യന്മാർ രാജാക്കന്മാരെ ആക്രമിച്ചു. ആക്രമണത്തിൽ പാണ്ഡ്യന്മാർ രാജാക്കന്മാരെ പരാജയപ്പെടുത്തി. വിഴിഞ്ഞത്തെ പുരാതന ഗുഹാക്ഷേത്രം എല്ലാത്തിനും സാക്ഷിയായി നിൽക്കുന്നു. 2006 വിഴിഞ്ഞത്ത് നടത്തിയ ഖനനത്തിൽ ഒരു കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. 8 നൂറ്റാണ്ടോളം പഴക്കമുള്ള അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. പൗരാണിക കാലം മുതൽ തന്നെ തിരുവിതാംകൂറിലെ വളരെ പ്രധാനപ്പെട്ട തുറമുഖമായിരുന്നു വിഴിഞ്ഞം. കേരളത്തെ ആഗോള വാണിജ്യ പാതകളുമായി വിഴിഞ്ഞം ബന്ധിപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിലൂടെ വൻതോതിൽ സുഗന്ധവ്യഞ്ജന വ്യാപാരവും നടന്നിരുന്നു. വിഴിഞ്ഞം തുറമുഖം വഴി കേരളവും വിവിധ സംസ്കാരങ്ങളും തമ്മിൽ സാംസ്കാരിക സാമ്പത്തിക കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിരുന്നു. ഗ്രീക്ക്, റോമൻ, അറബ്, ചൈനീസ് തുടങ്ങിയ സംസ്കാരങ്ങൾ ഈ പ്രദേശത്തെ സംസ്കാരത്തെയും ഭക്ഷണത്തെയും വാസ്തുവിദ്യയെയും ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. കോളനിവൽക്കരണ കാലത്ത് യൂറോപ്യൻ വ്യാപാരികൾക്ക് വിഴിഞ്ഞം ഏറെ പ്രധാനപ്പെട്ട തുറമുഖമായിരുന്നു. കേരളത്തിലെ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൽ മത്സരിച്ചിരുന്ന പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് വ്യാപാരികൾക്ക് വിഴിഞ്ഞം ഏറെ സഹായകമായി. AD 620 തന്നെ വിഴിഞ്ഞം പ്രധാന തുറമുഖമായിരുന്നു. ചരിത്രരേഖകളാണ് ഇതിലേക്ക് വെളിച്ചം വീശുന്നത്. റോം, മെസപ്പൊട്ടോമിയൻ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുള്ള കുറിപ്പുകളിൽ വിഴിഞ്ഞത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള കപ്പൽപാതയും രേഖപ്പെടുത്തിയിരുന്നതായി ചരിത്രരേഖകളിലുണ്ട്. ബലിത, ബ്ലിങ്ക തുടങ്ങിയ പേരുകളിലും വിഴിഞ്ഞം അറിയപ്പെട്ടിരുന്നു. AD 1-ാം നൂറ്റാണ്ടിൽ ഗ്രീക്കിൽ എഴുതപ്പെട്ട പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിലും വിഴിഞ്ഞത്തെക്കുറിച്ച് പരാമർശമുണ്ട്. കുമരിക്ക്, അതായത് കന്യാകുമാരിക്ക് സമീപത്തെ ബലിത എന്ന തീരദേശ ഗ്രാമമാണ് വിഴിഞ്ഞമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. AD 2-3 നൂറ്റാണ്ടുകളിൽ നാവികർ ഉപയോഗിച്ചിരുന്ന പ്യൂട്ടങ്കർ ടേബിൾ എന്ന ഭൂപടത്തിൽ വിഴിഞ്ഞത്തെ ബ്ലിങ്ക എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. രാജാക്കന്മാരുടെ തുറമുഖ നഗരമായിരുന്നു വിഴിഞ്ഞം. 990 കാലഘട്ടത്തിൽ രാജരാജ ചോളന്മാരുടെ ആക്രമണത്തെ തുടർന്ന് രാജേന്ദ്ര ചോള പട്ടണം എന്ന് പേരിട്ടു. 3-ാം നൂറ്റാണ്ടിൽ ചൈന, ഇറാൻ, തുർക്കി, പേർഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വിഴിഞ്ഞത്തേക്ക് വ്യാപാര കപ്പലുകൾ എത്തിയതിൻ്റെ തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. വിഴിഞ്ഞത്ത് ആധുനിക തുറമുഖം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരായിരുന്നു. അദ്ദേഹം ഒരു സർവേ നടത്താൻ ഉത്തരവിട്ടു. തുടർന്ന് ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ വിഴിഞ്ഞം കടലും തീരവും പഠിക്കാനെത്തി. സർവേ നടത്തി റിപ്പോർട്ട് ബ്രിട്ടനും സർക്കാരിനും കൈമാറി. പിന്നീട് കൊച്ചിയും തിരുവിതാംകൂറും ലയിച്ചതോടെ വിഴിഞ്ഞം തുറമുഖത്തു നിന്നും ശ്രദ്ധ കൊച്ചി തുറമുഖത്തേക്ക് മാറി.